ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ നിങ്ങളുടെ ഡാലിയ കൊച്ചാനി. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഏകദേശം പരീക്ഷയ്ക്ക് വേണ്ടി 1 മാസ കാലഘട്ടമേ ഉള്ളൂ. എല്ലാവരും കാര്യമായിട്ട് പഠനമൊക്കെ ആരംഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഈ 1 മാസത്തിനുള്ളിൽ രൂത്തിന്റെ പുസ്തകവും എസ്തേറിന്റെ പുസ്തകവും നമുക്ക് നന്നായിട്ട് പഠിക്കണം. ഇന്ന് ഈ വർഷം നമുക്ക് ക്രമീകരിച്ച് കിട്ടിയിരിക്കുന്ന ദ റിഡീമിംഗ് ക്രൈസ്റ്റ് ത്രൂ ദ ബുക്സ് ഓഫ് റൂത്ത് ആൻഡ് എസ്തേർ, വീണ്ടെടുക്കുന്ന ക്രിസ്തു റൂത്ത് എസ്തേർ പുസ്തകങ്ങളിലൂടെ എന്ന പുസ്തകത്തിന്റെ 8ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ നോക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്താണ്? ഹാമാൻ സ്കീം, ദി കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ഈവിൽ ആൻഡ് ഡിവൈൻ വിൽ. ഹാമാന്റെ ഉപായം ദുഷ്ടതയുടെയും ദൈവഹിതത്തിന്റെയും പോരാട്ടം എന്നതാണ്. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ എസ്തേറിന്റെ പുസ്തകം 2ാം അധ്യായം വരെയാണ് മനസ്സിലാക്കിയത് അല്ലെ. 2ാം അധ്യായത്തിൽ എസ്തേർ രാജ്ഞിയായി, അതിനുശേഷം വളരെ സമാധാനത്തോടെ പോവുകയാണ് അല്ലെ. But when we come to chapter 3 of Esther, it marks a major turning point in the book. എന്താണ്? ദൈവജനത്തിന് എതിരായിട്ട് ഒരു പുതിയ ശത്രു ഉയർന്നു വരികയാണ്. ആരാണ് ആ ശത്രു? നമുക്കറിയാം, അമാലേഖ്യനായ ആഗാഗ് രാജാവിന്റെ പരമ്പരയിലുള്ള ഹാമാൻ ദി ആഗഗൈറ്റ്, ദി അമാലേഖൈറ്റ് എന്ന ഈ ഹാമാൻ എന്ന ഉന്നതാധികാരിയുടെ നിരൂപണങ്ങളും അവന്റെ ദുരുപായങ്ങളുമാണ് നമുക്ക് എസ്തേറിന്റെ പുസ്തകം 3ാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത്. Chapter 3 of Esther presents the thoughts and evil schemes of Haman, a high-ranking official in the king's court. ഈ ഒരു എസ്തേറിന്റെ വാഴ്ച അല്ലെങ്കിൽ എസ്തേർ രാജ്ഞിയായതിനു ശേഷം ഏകദേശം 5 വർഷക്കാല ശേഷം ഈ ഹാമാന് വലിയ ഒരു ഉയർച്ച ലഭിക്കുകയും കൊട്ടാരത്തിലുള്ള സർവരും അവന്റെ മുൻപിൽ വണങ്ങുകയും, എന്നാൽ മൊർദെഖായി അത് അനുസരിക്കാതിരിക്കുന്നു. അതിനോടുള്ള ഈ ഹാമാന്റെ പ്രതികാരവും അതൊക്കെയാണ് നമുക്ക് പ്രത്യേകിച്ച് ഈ 3ാം അധ്യായത്തിന്റെ ഉള്ളടക്കത്തിൽ കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഇന്ന് ഈ ഒരു ചാപ്റ്റർ പഠിക്കുവാൻ വേണ്ടിയിട്ട് 2 ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ആദ്യത്തെ ഭാഗം ദി കണ്ടന്റ് ഓഫ് ദി ബുക്ക്, പുസ്തകത്തിന്റെ ഉള്ളടക്കം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കും. 2ാമത്തെ ഭാഗം ദ കീ ലെസൺസ് ഫ്രം ദ ബുക്ക്, ഈ അധ്യായം നമുക്ക് നൽകുന്നതായിട്ടുള്ള പ്രധാനപ്പെട്ട പാഠങ്ങളും കൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ആദ്യത്തെ ഭാഗം ദി കണ്ടന്റ് ഓഫ് ദി ചാപ്റ്റർ. എന്താണ് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം? നമുക്ക് 3 ഭാഗമായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാം. 1ാമത്തെ ഭാഗം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഹാമാൻസ് പ്രൊമോഷൻ ആൻഡ് മൊർദെഖായിസ് റെഫ്യൂസൽ ടു ഗോ. ഹാമാന്റെ ഉയർച്ചയും മൊർദെഖായിയുടെ നിഷേധവുമാണ് ആ ഒരു ഭാഗത്ത് എടുത്ത് കാണിക്കുന്നത്. ഇനി അതിനെ തുടർന്ന് 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ മൊർദെഖായിയുടെ ഈ നിഷേധത്തിനാൽ ഹാമാന്റെ കോപവും യഹൂദരെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള തീരുമാനവും ആണ് കാണാൻ സാധിക്കുന്നത്. ഹാമാൻസ് ആങ്കർ ആൻഡ് പ്ലോട്ട് അഗെയിൻസ്റ്റ് ജൂസ്. ഇനി അതിനുശേഷം 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹാമാന്റെ ഈ ഒരു ഐഡിയ അല്ലെങ്കിൽ ഈ ഒരു പ്ലാന്, അതിന് രാജാവ് നൽകുന്ന അനുമതിയും അതിന്റെ കൽപ്പന പ്രസിദ്ധീകരണവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ദ കിങ്സ് അപ്രൂവൽ ആൻഡ് ദ എഡിക്റ്റ് ഇഷ്യൂ. അപ്പം യഹൂദ ജനത്തിന്റെ മുൻപിലേക്ക് വരുന്ന ഒരു വലിയ പ്രതിസന്ധിയുടെ ആരംഭമാണ് നമുക്ക് പ്രത്യേകിച്ച് ഈ 3ാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത്. ഈ 3 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളിൽ ഈ യഹൂദ ജനം അനുഭവിക്കുന്നതായിട്ടുള്ള ഒരു പ്രതിസന്ധി കാലഘട്ടം, പ്രവാസത്തിലിരിക്കുന്ന യഹൂദ ജനം അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി കാലഘട്ടമാണ് നമ്മൾ കാണുവാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്ക് ഓരോ ഭാഗവും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം. ആദ്യത്തെ ഭാഗം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പറഞ്ഞു. എസ്തേർ രാജ്ഞിയായതിനു ശേഷം ഏകദേശം 5 വർഷങ്ങൾക്ക് ശേഷം അഹശ്വേരോഷ് രാജാവിന്റെ വാഴ്ചയുടെ 12ാമത്തെ വർഷത്തിലാണ് ഇത് സംഭവിക്കുന്നത്. ആ ഭാഗം ആരംഭിക്കുന്നത് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഹശ്വേരോഷ് രാജാവ് ഹാമാന് കയറ്റവും ഉന്നത സ്ഥാനവും കൊടുത്ത് അവന്റെ ഇരിപ്പിടം തന്നോടുകൂടെ ഇരിക്കുന്ന സകലർക്കും മേലായി വെച്ചു. ഹാമാൻ വാസ് ഗ്രാന്റഡ് great authority and a high position placed above all the officials who served with him എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം ആരംഭിക്കുന്നത്. എന്താണ്? ഒരു പ്രധാനപ്പെട്ട കഥാപാത്രത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്, ഒരു എൻട്രി ആണ്. രാജാവിനോട് വളരെയധികം അടുത്ത ഒരു സ്ഥാനത്തേക്ക് ഹാമാനെ ഉയർത്തിക്കൊണ്ടാണ് ഈ ഭാഗം ആരംഭിക്കുന്നത്.
പക്ഷെ നമ്മൾ അവിടെ ഒന്ന് കോൺട്രഡിക്റ്റിംഗ് ആയിട്ട് നമ്മളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 2-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് മൊർദെഖായിയുടെ രാജപ്രീതി വെളിപ്പെടുത്തുന്ന ഒരു സംഭവം നമ്മൾ അവിടെ കണ്ടു അല്ലെ. അവിടെ രാജാവിന്റെ ജീവൻ രക്ഷിച്ചിട്ട് പോലും മൊർദെഖായിക്ക് പ്രത്യേകിച്ച് ഒരു പ്രതിഫലം നൽകിയതായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ ദുരുപായിയായ ഹാമാൻ രാജാവിന്റെ മുൻപിൽ ഉയർത്തപ്പെടുന്നു എന്നുള്ളത് നമുക്കിവിടെ ശ്രദ്ധിക്കാവുന്ന ഒരു വിഷയമാണ്. ഏതായാലും അങ്ങനെ ഹാമാന് വളരെ ഉന്നത സ്ഥാനത്തിലേക്ക് വന്നു. കൊട്ടാരത്തിലുള്ള എല്ലാവരും എന്ത് ചെയ്തു? ഹാമാന്റെ മുൻപിൽ പോയി കുമ്പിട്ട് വണങ്ങി. പക്ഷേ മൊർദെഖായി മാത്രം ഹാമാന്റെ മുൻപിൽ കുമ്പിട്ട് വണങ്ങിയില്ല. മൊർദെഖായി refused to bow down and this made Haman furious. ഇത് ഹാമാനെ വളരെയധികം കോപാകുലനാക്കി എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കാം മൊർദെഖായി ഹാമാന്റെ മുൻപിൽ കുമ്പിട്ടില്ല അല്ലെങ്കിൽ വണങ്ങിയില്ല? ഇറ്റ് കുഡ് ബി ബിക്കോസ് ഓഫ് സം ഹിസ്റ്റോറിക്കൽ ആൻഡ് റിലീജിയസ് റീസൺസ് അല്ലെ. നമ്മൾ ഇത് നേരത്തെ ഒന്ന് മനസ്സിലാക്കിയിരുന്നു. എന്താണ്? നമുക്കറിയാം, there was an enmity between Jews and Amalekites. ഇസ്രായേലിനും അമാലേക്യരും എന്ന് പറയുന്നത് അവര് പണ്ടേ ശത്രുക്കളാണ്. അത് ആ അമാലേക്യ രാജാവായ ആഗാഗ് രാജാവിന്റെ പരമ്പരയിൽപ്പെട്ട ആളാണ് ഹാമാൻ. അപ്പോൾ ഒരുപക്ഷെ ഈ ഇസ്രായേലിനും അമാലേക്യനും തമ്മിലുള്ള ഈ ശത്രുതയാൽ ആയിരിക്കാം ഒരുപക്ഷെ മൊർദെഖായി ഈ ഹാമാന്റെ മുൻപിൽ വണങ്ങാഞ്ഞത്. ഇനിയും അതിനേക്കാട്ടിലും ഉറപ്പുള്ള ഒരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ മൊർദെഖായിയുടെ യഹൂദ പൈതൃകവും ദൈവത്തോടുള്ള വിശ്വസ്തതയും കാരണമാണ് ഹാമാനോട് ഇപ്രകാരം പെരുമാറുവാനുള്ള കാരണം എന്ന് നമുക്ക് വേണമെങ്കിൽ ഉറപ്പിച്ചു പറയാൻ സാധിക്കും അല്ലെ. എന്താണ്? Mordecai's behavior was deeply rooted in his Jewish heritage and faithfulness to God. ദൈവത്തിന്റെ മുൻപിൽ അല്ലാതെ മറ്റാരുടെയും മുൻപിൽ താൻ കുമ്പിടുകയില്ല എന്നുള്ള നമ്മൾ പല ഇൻസ്റ്റൻസസും നമുക്ക് ബൈബിളിൽ തന്നെ പഴയ നിയമത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. അപ്പം ഇത്തരത്തിലുള്ള ഒരു യഹൂദ പൈതൃകത്തിൽ അടിയുറച്ചു നിന്നിരുന്ന ഒരാളായിരുന്നു മൊർദെഖായി. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ മൊർദെഖായി ഹാമാന്റെ മുൻപിൽ ഇപ്രകാരം പെരുമാറുന്നത്. അപ്പോൾ 1-ാമത്തെ ഭാഗം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദുരുപായിയായ ഒരു ഉന്നതാധികാരിയായ ഹാമാന്റെ ഒരു പ്രൊഡക്ഷൻ, അദ്ദേഹത്തെ മൊർദെഖായി വണങ്ങുന്നില്ല. അതിനാൽ തന്നെ ഹാമാൻ കോപാകുലനായി. ദിസ് മെയ്ഡ് ഹാമാൻ ഫ്യൂരിയസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഭാഗം അവസാനിക്കുന്നത്. ഇതിനെ തുടർന്നുള്ള സംഭവങ്ങളാണ് നമുക്ക് 2-ാമത്തെ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ കാണുകയാണെങ്കിൽ ഹാമാൻസ് ആങ്കർ ആൻഡ് പ്ലോട്ട് അഗെയിൻസ്റ്റ് ദ ജൂസ്. ഹാമാന്റെ കോപവും യഹൂദർക്കെതിരെ അവരെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ആലോചനയും തീരുമാനവും ഒക്കെയാണ് നമുക്ക് ഈ 2-ാമത്തെ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ്, സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഒന്ന്, തന്നോട് ബഹുമാനം കാട്ടാത്ത മൊർദെഖായി ഒരു യഹൂദനാണ് എന്ന് അറിഞ്ഞിട്ട് മൊർദെഖായിയോട് മാത്രം, ഹാമാൻ ഇപ്പൊ വലിയ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് അല്ലെ. അപ്പം ഒരാൾ വണങ്ങുന്നില്ല എന്ന് പറഞ്ഞ് മൊർദെഖായിയോട് മാത്രം പ്രതികരിച്ചാൽ അത് തുച്ഛം എന്ന് ചിന്തിച്ചിട്ട് ആ ജാതിയെ മുഴുവൻ, അതായത് പാർസി സാമ്രാജ്യത്തിലെ യഹൂദരെ മുഴുവൻ നശിപ്പിക്കുവാൻ തക്കവണ്ണം അവിടെ ഹാമാൻ ആലോചിക്കുകയാണ്. മൊർദെഖായി കുമ്പിടാഞ്ഞതുകൊണ്ട് എന്താണ് അത് മൊർദെഖായിയോട് മാത്രമുള്ള പ്രതികാരമാക്കാതെ അവൻ യഹൂദനാണ് എന്ന് അറിഞ്ഞിട്ട് ആ സാമ്രാജ്യത്തിലെ യഹൂദരെ മുഴുവൻ നശിപ്പിക്കുവാൻ തക്കവണ്ണം ഒരു ജാതി ഹത്യ സംവിധാനം, ജനസൈഡ് പ്രൊസീജിയർ വാസ് ഡിസൈഡഡ് ബൈ ഹാമാൻ. അങ്ങനെ എന്താണ്, ആസ് an act of revenge against Mordecai, Haman devises a plan for genocide to annihilate all the Jews in the Persian Empire. അപ്പം ഒന്നാമത് എന്താണ്, മൊർദെഖായിക്ക് മാത്രമല്ല ആ ദേശത്തുള്ള സർവ്വ യഹൂദരെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഹാമാൻ ഒരു ആലോചന ഉണ്ടാക്കുന്നു. രണ്ടാമതായിട്ട് അതിന് തക്കവണ്ണം ഒരു ദിവസം കണ്ടെടുക്കുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണ്, ചീട്ടിട്ട് നോക്കുകയാണ്. അതായത് പേർഷ്യൻ രീതി പ്രകാരം യഹൂദരെ നശിപ്പിക്കുവാനുള്ള സമയം ഹാമാൻ പൂര് എന്ന ചീട്ടിട്ട് നോക്കി തീരുമാനിച്ചു എന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ദ പേർഷ്യൻ കസ്റ്റം, ഹാമാൻ യൂസ്ഡ് പുർ ടു ഡിറ്റർമൈൻ ദ ഡേറ്റ് ഫോർ ക്യാരിയിങ് ഔട്ട് ദ മസാക്കർ. അതായത് ഉചിത സമയം ചീട്ടിട്ട് നോക്കുന്ന പതിവ് പാർസികളുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് ചരിത്രകാരനായ ഹെറോഡോട്ടസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഈ പേർഷ്യൻസിന്റെ ഒരു രീതിയാണ്, അതായത് ഹിസ്റ്റോറിയനായ ഹെറോഡോട്ടസ് പോലും പറയുന്നു പേർഷ്യൻസിന്റെ ഒരു രീതിയാണ് എന്തെങ്കിലും ഒരു കാര്യത്തിനുള്ള ഉചിത സമയം നോക്കുവാൻ വേണ്ടിയിട്ട് അവർ ചീട്ടിട്ട് നോക്കുമായിരുന്നു
നോക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അവര് ലോട്ട്സ് ഇട്ട് നോക്കുമായിരുന്നു. അപ്പം അതിന് ഉപയോഗിച്ചിരുന്ന ഒരു വാക്കാണ് പുർ എന്ന് പറയുന്നത്. പൂര് എന്നുള്ളത് എന്താണ്? അതിന് ലോട്ട് അല്ലെങ്കിൽ ഡൈസ്, ചീട്ട്, നറുക്ക് എന്നൊക്കെയുള്ള അർത്ഥമാണ്. അത് ഇറ്റ് ഹാസ് ഒറിജിനേറ്റഡ് ഫ്രം ദ അക്കേഡിയൻ ലാംഗ്വേജ്. അക്കേഡിയൻ ഭാഷയിലുള്ള ഒരു മൂലവാക്കാണ് പൂര് എന്ന് പറയുന്നത്. അത് പിന്നീട് അത് എബ്രായ ഭാഷയിലേക്കും പാർസ്യ ഭാഷയിലേക്കും വന്നിട്ടുള്ള ഒരു വാക്കാണ്. അതിന്റെ പ്ലൂറൽ ആണ് പുരീം എന്നുള്ള ജൂയിഷ് ഫെസ്റ്റിവലിന്റെ പേര് പുരീം എന്നുള്ളത് ഇതിൽ നിന്ന് ഉണ്ടായേക്കുന്ന ഒരു വാക്കാണ്. പൂര് എന്നുള്ള വാക്കിന്റെ പ്ലൂറൽ ആണ്, അല്ലെ ബഹുവചനമാണ് പുരീം എന്നുള്ളത്. അതാണ് യഹൂദ ഫെസ്റ്റിവൽ ആയിട്ടുള്ള, പെരുന്നാളായിട്ടുള്ള പുരീം എന്നുള്ള ആഘോഷത്തിന്റെ പേര് എന്നുള്ളത്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ സംഭവമാണ് എന്താണ്? ഈ ഹാമാൻ എന്താണ് ഈ യഹൂദ ജനതയെ നശിപ്പിക്കേണ്ടത് എന്നുള്ളതിന് ഉചിത സമയം നോക്കുവാൻ തക്കവണ്ണം ചീട്ടിട്ട് നോക്കി. അങ്ങനെയും 12-ാം മാസമായ ആദാർ മാസം 13-ാം ദിവസം സകല യഹൂദന്മാരെ വധിക്കുവാൻ തക്കവണ്ണം ഹാമാൻ തീരുമാനിക്കുന്നു. The Lord falls for the 13th day of the 12th month. 1-ാം മാസമായ നീസാൻ മാസമാണ് ഇവരെ ചീട്ടിട്ട് നോക്കുന്നത്. 12-ാമത്തെ മാസമായ ആദാർ മാസം 13-ാം തീയതി യഹൂദരെ നശിപ്പിച്ചു കളയണം എന്നുള്ള രീതിയിൽ ഈ 13-ാം ദിവസം ആദാർ മാസം, 12-ാമത്തെ മാസമായ ആദാർ മാസം 13-ാമത്തെ ദിവസം യഹൂദന്മാരെ നശിപ്പിക്കുവാൻ തക്കവണ്ണമുള്ള ഉചിത സമയം എന്നുള്ള രീതിയിൽ അവിടെ ചീട്ട് വീഴുകയാണ്. മൂന്നാമതായിട്ട് ഇവിടെ നടക്കുന്ന കാര്യം ഇങ്ങനെ ഹാമാൻ ഹാമാൻ ദേഷ്യം വന്നൊരു എന്താണ് മൊർദെഖായിയെ മാത്രമല്ല യഹൂദരെ മുഴുവൻ നശിപ്പിച്ചു കളയണം എന്ന് തീരുമാനിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒന്നാമത്തെ സംഭവം. അതിന് തക്കവണ്ണം രണ്ടാമത്തെ സംഭവം ചീട്ടിട്ട് നോക്കുമ്പോൾ എന്നാണ് കിട്ടുന്ന ദിവസം? 12-ാം മാസമായ ആദാർ മാസം 13-ാം തീയതി എന്ന് ലഭിക്കുന്നു. ഇനിയും ഇതുകൊണ്ട് രാജാവിന്റെ അടുക്കലേക്ക് ചെന്ന് ഇത് ഉണർത്തിക്കുകയാണ്. എങ്ങനെയാണ് രാജാവിന്റെ മുന്നിൽ പോയി ഇത് ഉണർത്തിക്കുന്നത്? നമ്മുടെ സംസ്ഥാനങ്ങളിലൂടെ ഒരു ജാതി ചിന്നിച്ചിതറി കിടക്കുന്നു. അവരുടെ ന്യായ പ്രമാണങ്ങൾ, their laws are different from others and ours. അതായത് ഒരു രാജ്യത്ത് നമുക്ക് പല ആളുകൾ ഉണ്ടെങ്കിൽ പോലും ഈ യഹൂദന്മാരുടെ ന്യായ പ്രമാണം നമ്മുടെ നിന്നും മറ്റുള്ളവരുടെ നിന്നും ന്യായ പ്രമാണത്തിൽ അവരുടെ ലോകൾ അല്ലെങ്കിൽ അവരുടെ റൂൾസ് എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? അവർ രാജാവിന്റെ ന്യായ പ്രമാണങ്ങൾ അനുസരിക്കുന്നില്ല. അവരെ അങ്ങനെ വിടുന്നത് രാജാവിനും രാജ്യത്തിനും യോഗ്യമല്ല. അതുകൊണ്ട് തന്നെ അവരെ നശിപ്പിച്ചു കളയണം. There is certain people scattered among the peoples throughout your kingdom. Their laws are different from all other people and they disregard the king's laws. So it is not fitting for the king to let them remain. ഇങ്ങനെ രാജാവ് അവരെ നശിപ്പിക്കുവാൻ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ 10,000 താലന്ത് വെള്ളി രാജഭണ്ഡാരത്തിലേക്ക് കൊടുത്തയക്കാം എന്നതായിരുന്നു ഹാമാന്റെ ഉപായം നിറഞ്ഞ വാഗ്ദാനം. ഹാമാൻ promised to deposit 10,000 talents of silver into the royal treasury. അതായത് അന്നത്തെ കാലത്തെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു താലന്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 34 കിലോ വെള്ളിയാണ്. അപ്പോൾ 10,000 താലന്ത് എന്ന് പറയുമ്പോൾ അത് അന്നത്തെ പേർഷ്യൻസിന്റെ വാർഷിക വരുമാനത്തിന്റെ 2/3 അല്ലെങ്കിൽ അതിൽ കൂടുതൽ 2/3 ഓഫ് ആനുവൽ റവന്യൂ ഓഫ് പേർഷ്യൻ എംപയർ. അപ്പം അത്ര ഭീമമായ ഒരു തുക. ചില ബൈബിൾ വേർഷൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ന്യൂ ജെറോംസ് കമന്ററി അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 650 ടൺ 650 ടൺ വെള്ളിയാണ് അവിടെ പ്രോമിസ് ചെയ്തത്. അപ്പൊ രാജാവിനെ ഇതിലേക്ക് അല്ലെങ്കിൽ ഈ ഗൂഢതന്ത്രത്തിലേക്ക് വീഴ്ത്തുവാൻ തക്കവണ്ണം വലിയ ഭീമമായ ഒരു സംഖ്യയാണ് ഇവിടെ ഹാമാൻ മുന്നോട്ട് വെക്കുന്നത്. 3 സംഭവങ്ങളാണ് ഈ 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്ന്, മൊർദെഖായിയോടുള്ള പ്രതിഷേധം. മൊർദെഖായി ഒരു യഹൂദനാണെന്ന് അറിഞ്ഞിട്ട് യഹൂദ ജനതയെ മുഴുവൻ നശിപ്പിക്കുവാനുള്ള ആലോചനയിലേക്ക് ഹാമാൻ നയിക്കുന്നു. 2, അവരെ നശിപ്പിക്കുവാൻ തക്കവണ്ണം ഉചിത സമയം കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് ചീട്ടിട്ട് നോക്കുന്നു. അങ്ങനെ 12-ാം മാസമായ ആദാർ മാസം 13-ാം തീയതി, the 13th day of the 12th month, which is called the Adar month, ആ മാസം ഇവരെ നശിപ്പിച്ചു കളയുവാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. ഇത് രാജാവിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ തക്കവണ്ണം
മറ്റ് വളരെ വളഞ്ഞ രീതിയിലൊക്കെ ഇതിനെപ്പറ്റി പറയുകയും അതോടൊപ്പം 10,000 താലന്ത് വെള്ളി കൂടി ഓഫർ ചെയ്യുന്നതാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. ഇനിയും അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ രാജാവ് എപ്രകാരം ഇതിനോട് പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഹാമാന്റെ ഈ ആലോചന കേട്ടപ്പോൾ ഉറപ്പായിട്ടും രാജാവിന് തോന്നിക്കാണും, ശരിയാ, തന്റെ ന്യായപ്രമാണങ്ങളെ അല്ലെങ്കിൽ നിയമങ്ങളെ അനുസരിക്കാത്ത ഒരു ജനതയുണ്ടെങ്കിൽ അവരെ നശിപ്പിച്ച് കളയുക തന്നെ വേണം എന്ന് രാജാവ് വിചാരിക്കുകയാണ് അല്ലെ. അങ്ങനെ ഹാമാന്റെ ഈ ആലോചനയും വാഗ്ദാനവും രാജാവിനെ ബോധിക്കുകയും അതിന് ഉത്തരമായിട്ട് ആ വെള്ളിയും ആ ജാതിയും ഞാൻ നിനക്ക് ദാനമായി തരുന്നു, ഇഷ്ടമുള്ളത് ചെയ്തു കൊള്ളുക. രാജാവ് ഇവിടെ വെള്ളിയിൽ ആശ വെക്കുന്നില്ല. എന്താണ് രാജാവ് പറയുന്നത്? നീ തരുവാനിരിക്കുന്ന വെള്ളിയും ആ ജാതിയും എല്ലാം ഞാൻ നിനക്ക് ദാനമായിട്ട് തരികയാണ്, നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞ് രാജാവ് ഹാമാനെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ഹാമാന്റെ ദുരുപായം പോലെ, ഹാമാൻ ആലോചിച്ചതുപോലെ, ഹാമാൻ കൽപ്പിച്ചതുപോലെ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും എല്ലാ ജനങ്ങൾക്കും അവരവരുടേതായിട്ടുള്ള ഭാഷയിൽ രാജകൽപ്പന ചെല്ലുകയാണ്. എന്താണ് ചെല്ലുന്നത്? ആദാർ മാസം 13-ാം തീയതി എല്ലാ യഹൂദരെയും ആബാലവൃദ്ധ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൂടെ നശിപ്പിച്ച് കൊന്നുമുടിക്കുകയും അവരുടെ വസ്തുവക കൊള്ളയിടുകയും ചെയ്യണം എന്നുള്ള ഒരു കൈപ്പടയിലുള്ള രാജാവിന്റെ കൈമുദ്രയിലുള്ളതായിട്ടുള്ള ഒരു കൽപ്പന ദേശം മുഴുവൻ ചെല്ലുകയാണ്. എന്താണ്? ലെറ്റേഴ്സ് were sent to all the provinces giving orders to destroy, to kill and to annihilate all Jews, young and old, women and children in one day, the 13th day of 12th month, and to plunder their goods. ആ ഒരു അധ്യായം അവസാനിക്കുന്ന ഭാഗം നമുക്ക് വളരെയധികം ഹൃദയത്തിൽ തട്ടുന്ന ഒന്നാണ്. എന്താണ്? അവിടെ രാജാവും ഹാമാനും കുടിപ്പാനിരുന്നു. The king and Haman sat down to drink. പക്ഷേ ശൂഷൻ പട്ടണം കലങ്ങിപ്പോയി എന്നുള്ളതാണ്. ഇതാണ് the city of Susa was thrown into a great confusion. കാരണം എന്താണ്? ഒരു യഹൂദന്മാരെ ബാബിലോണിൽ നിന്ന് മുഴുവൻ നശിപ്പിച്ചു കളയുവാനുള്ള വ്യക്തമായി ആസൂത്രണം ചെയ്യപ്പെട്ട ഒരു വംശഹത്യയുടെ പദ്ധതിയായിരുന്നു ആ കൽപ്പനയിലൂടെ വെളിപ്പെട്ടതല്ലേ. The decree revealed a well-organized scheme to exterminate the Jews from the kingdom through a genocide. സമാധാനത്തോടെ പ്രവാസത്തിൽ ജീവിക്കുന്നതായിട്ടുള്ള ഒരു ജനത, സമാധാനത്തോടെ പറയാൻ പറ്റത്തില്ല, പ്രവാസത്തിന്റെ പ്രതികൂലതകളിൽ കൂടി എങ്ങനെയൊക്കെയോ ജീവിച്ചു പോകുന്ന ഒരു ജനത ഒരു ദിവസം രാവിലെ എല്ലാവരുടെയും അടുത്ത് ഒരു കൽപ്പന എത്തുകയാണ്. ഇതാണ്, ഇന്ന ദിവസം നിങ്ങളെ മുഴുവൻ നശിപ്പിച്ചു കളയും, അവരുടെ കുടുംബത്തെ നശിപ്പിച്ചു കളയും, അവർക്കുള്ളതായിട്ടുള്ള വസ്തുവകകൾ മുഴുവൻ കൊള്ളയടിക്കപ്പെടും. എന്ത് പറ്റും? ആ ദേശം മുഴുവൻ തന്നെ കലങ്ങിപ്പോവുക തന്നെ ചെയ്യും അല്ലെ. അങ്ങനെ ദൈവജനം വലിയ അധികം ഒരു സങ്കടത്തിന്റെ, ഒരു വലിയ പ്രശ്നത്തിന്റെ, വലിയ പ്രതിസന്ധിയുടെ മുന്നിൽ നിൽക്കുന്നതാണ് നമുക്ക് ഈ അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇതാണ് ഈ അധ്യായത്തിന്റെ ഉള്ളടക്കം. ഇനിയും ഈ അധ്യായം നമുക്ക് നൽകുന്നതായിട്ടുള്ള കുറച്ച് പ്രധാന പാഠങ്ങൾ കൂടി നമുക്ക് നോക്കാം. കീ ലെസൺസ് ഫ്രം ചാപ്റ്റർ 3. ഒന്നാമതായിട്ട് ദ ഡേഞ്ചർ ഓഫ് പ്രൈഡ്, അഹങ്കാരത്തിന്റെ അപകടങ്ങൾ എന്നതാണ്. ഇവിടെ ആരുടെ അഹങ്കാരമാണ് നമുക്ക് ഈ അധ്യായത്തിൽ തെളിഞ്ഞു കാണാൻ സാധിക്കുന്നത്? ഹാമാന്റെ ആണ് അല്ലെ. അപ്പൊ എന്താണ് ഹാമാൻ ചെയ്തത്? ഒന്നാമതായിട്ട് ഹാമാന് ലഭിച്ച സ്ഥാനക്കയറ്റവും അംഗീകാരവും അവനെ അഹങ്കാരിയാക്കുന്നു. ഹാമാൻസ് പ്രൊമോഷൻ ആൻഡ് റെക്കഗ്നീഷൻ മെയ്ഡ് ഹിം പ്രൗഡ്. ഹാമാന് ലഭിച്ചതായിട്ടുള്ള ഈ ഒരു ആദരവ് അത് അവന്റെ പദവിക്കുള്ള അംഗീകാരം എന്ന് തിരിച്ചറിയുന്നതിന് പകരം അത് അഹന്തയ്ക്കും സ്വന്തം കാര്യലാഭത്തിനും സ്വകാര്യ ലക്ഷ്യങ്ങൾക്കും വേണ്ടി വിനിയോഗിച്ചു എന്നുള്ളതാണ് രണ്ടാമത് ഹാമാൻ ചെയ്ത തെറ്റ്. Instead of recognizing the honor he received as something due to the position he held, he used it for self-aggrandizement, personal gain, and for fulfilling selfish ambitions. മൂന്നാമതായിട്ട് എന്താണ് ഹാമാൻ ചെയ്ത തെറ്റ്? തന്നെ ബഹുമാനിക്കാതിരുന്ന മൊർദെഖായിയോടുള്ള ശത്രുത്വം ഹാമാൻ യഹൂദ ജനതയ്ക്ക് മുഴുവനും എതിരായ ശത്രുത്വമായിട്ടാണ് പരിഗണിക്കുന്നത്. The hatred that Haman had toward Mordecai extended to a community, extended to the entire Jewish community. നാലാമതായിട്ട് തന്റെ ഗൂഢ ഉദ്ദേശം നടപ്പിലാക്കുന്നതിന് രാജാവിന് ഭീമമായ ധനം വാഗ്ദാനം ചെയ്യുന്നു. Offered king an enormous sum of money. ഇങ്ങനെയുള്ള അഹങ്കാര ചിന്തകളാൽ തന്നെ എന്ത് സംഭവിച്ചു?
വാട്ട് ഹാപ്പൻ ടു ഹാമാൻ, അതായത് ഹാമാൻ എന്ത് സംഭവിച്ചു എന്നുള്ള ഈ അഹങ്കാരത്തിൽ ഉണ്ടാക്കിയതായിട്ടുള്ള എല്ലാ തീരുമാനങ്ങളിലും ഒരു പ്രശ്നം പറ്റി എന്നുള്ളതാണ്. ഒന്ന്, ഇവിടെ തന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്താണ്, യഹൂദ ജനത്തെ മുഴുവൻ നശിപ്പിച്ചു കളയണം. അതിന് ഉചിത സമയം ഇങ്ങനെ ചീട്ടിട്ട് നോക്കുമ്പോൾ ആധാർ മാസം, അതായത് നീസാൻ മാസമായ 1-ാം മാസമാണ് ഇവര് ചീട്ടിടുന്നതെങ്കിലും ആധാർ മാസമായ 12-ാം മാസം 13-ാം ദിവസത്തിലേക്ക് വേണ്ടിയാണ് ഈ ചീട്ട് വീഴുന്നത് അല്ലെ. അപ്പോൾ യഹൂദ മക്കൾക്ക് അവിടെ 11 മാസത്തെ സാവകാശം അവിടെ ലഭിച്ചു എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. When Haman cast lots, Jewish people got a period of 11 months before the decree would come to effect. അപ്പം ഒന്നാമത് അവിടെ ഹാമാന്റെ അഹങ്കാരത്തിനോടുണ്ടായ ഉപായം അവിടെ ചീറ്റിപ്പോവുകയാണ്. രണ്ടാമതായിട്ട്, ഡിസ്പൈറ്റ് ഓൾ ദിസ് കെയർഫുൾ പ്ലാനിങ്, ഹാമാൻ വാസ് നോട്ട് ഏബിൾ ടു ഫുൾഫിൽ ഹിസ് പർപ്പസ്. ഏറെ കണിശമായിട്ടും കൃത്യതയോടെയും നടപടികളെല്ലാം കണക്ക് കൂട്ടുകയും കൃത്യമായി എല്ലായിടത്തും കൽപ്പന അവരവരുടെ ഭാഷയിൽ വിവരങ്ങൾ എത്തിച്ചിട്ട് പോലും ഹാമാന് തന്റെ ദുഷ്ട ലക്ഷ്യം നിറവേറ്റുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഹാമാന്റെ അഹങ്കാരം എന്തൊക്കെയായിരുന്നു, ഹാമാന്റെ അഹങ്കാരം ഇവിടെ എടുത്തു കാണിക്കുന്ന സംഭവങ്ങൾ എന്നുള്ള ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞു. ഇങ്ങനെ അഹങ്കാരത്തിൽ അവൻ ഉണ്ടാക്കിയ ഒരു ഉപായം പോലും നടന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. അതിനേക്കാൾ ഉപരി ഇങ്ങനെയുള്ള അഹങ്കാര ചിന്തകൾ എത്രയൊക്കെ തന്നെ ഉണ്ടെങ്കിലും ദൈവജനത്തെ ദൈവം കരുതിക്കൊള്ളും എന്നുകൂടിയാണ് ഇവിടെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇനി രണ്ടാമത് ഈ ഒരു അധ്യായം നമുക്ക് നൽകുന്ന പാഠം എന്ന് പറയുന്നത് രാജപ്രീതിക്കായി ഗൂഢതന്ത്രങ്ങൾ മെനയുന്ന ഹാമാനെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്താണ് ഹാമാൻ അവിടെ ചെയ്യുന്നത്? രാജാവിന്റെ വിരുന്നിലെ പങ്കാളിയായ രാജപ്രീതി 10,000 താലന്ത് വെള്ളിയാൽ വാങ്ങാം എന്ന് ഗൂഢമായി ചിന്തിച്ച ഹാമാൻ ഇസ്രായേലിന്റെ ദൈവം അല്ലെങ്കിൽ ഇസ്രായേലിന്റെ രക്ഷിതാവ് ഉറങ്ങാത്തവനാണ് എന്ന് മറന്നു പോകുന്നു. ഹാമാൻ, a participant of king's banquet, one who bought royal favor with 10,000 silver to fulfill his selfish dreams, forgot that the protector of Israel never sleeps. അതുപോലെ തന്നെ ഇവിടെ 10,000 താലന്ത് രാജാവിന് വെക്കാം അല്ലെങ്കിൽ രാജഭണ്ഡാരത്തിലേക്ക് നൽകാം എന്ന് ഉറപ്പ് പറയുമ്പോൾ പോലും ഒരുപക്ഷെ യഹൂദ ജനത്തെ കൊള്ളയിടുന്നതിലൂടെ പിടിച്ചടക്കുന്നതായിട്ടുള്ള ധനം അത്രയും തനിക്ക് സ്വന്തമായിട്ട് എടുക്കാം, അതൊരു പക്ഷേ ഇതിനപ്പുറം ലാഭമായിരിക്കാം എന്ന ഗൂഢ ചിന്ത അവിടെ ഹാമാൻ ഉണ്ടായിരിക്കാം അല്ലെ. Perhaps Haman was deluded by the idea that he could seize all the wealth of the Jews conquered through the king's decree. ഇങ്ങനെയൊക്കെ ഗൂഢമായി രാജപ്രീതിക്ക് വേണ്ടിയും ഒക്കെ തന്ത്രങ്ങൾ മെനയുന്ന ഹാമാന് അവിടെ എന്ത് സംഭവിക്കുകയാണ്? ഗൂഢ തന്ത്രങ്ങളും വ്യാമോഹങ്ങളും നിറഞ്ഞ ഹാമാന്റെ ജീവിതം 50 മുഴം നീളമുള്ള വിശേഷപ്പെട്ട ഒരു കഴുമരത്തിൽ ഒഴുകിപ്പോവുകയാണ്. ഹാമാൻസ് ലൈഫ്, summed up by delusions and schemes, ended up hanged from a unique gallows. അതുകൊണ്ട് തന്നെ pride goes before destruction, a haughty spirit before fall. നാശത്തിന് മുൻപേ ഗർഭം, വീഴ്ചയ്ക്ക് മുൻപേ ഉന്നത ഭാവം എന്നുള്ള സദൃശവാക്യം 16-ാം അധ്യായം 18-ാം വാക്യം, Proverbs chapter 16 verse 18. അത് നമുക്ക് ഹാമാന്റെ ജീവിതത്തിലൂടെ വെളിപ്പെട്ട് കാണുകയാണ്. ഒന്ന്, അഹങ്കാരത്തിന്റെ അപകടങ്ങൾ നമ്മൾ ഹാമാനിൽ കണ്ടു. രണ്ട്, ഗൂഢതന്ത്രങ്ങളൊക്കെ മെനയുന്ന ഹാമാൻ ഒരു വലിയ വിശേഷപ്പെട്ട കഴുമരത്തിൽ തന്നെ തൂക്കിപ്പോയതും നമുക്ക് രണ്ടാമത് കാണാൻ സാധിക്കും. മൂന്നാമതായിട്ട് ശൂഷൻ പട്ടണത്തിൽ ഉണ്ടായ കലക്കം ആത്യന്തികമായി യഹൂദരുടെ വിമോചനത്തിന് കാരണമാകുന്നു. The widespread disturbance in the city of Susa ultimately leads to the redemption of Jews എന്നുള്ളതാണ്. അവിടെ ഈ ശൂഷൻ പട്ടണത്തിൽ ഇതുവരെ നടന്നിട്ടുള്ളതായിട്ടുള്ള സംഭവങ്ങളൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മൊർദെഖായിയുടെ ധൈര്യവും ഹാമാനോടുള്ള അദ്ദേഹത്തിന്റെ നിഷേധവും ഇതെല്ലാം ദൈവപ്രവർത്തിക്ക് വേണ്ടി വഴിയൊരുക്കുന്നതായിട്ടുള്ള സംഭവങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. ഈ ശൂഷൻ പട്ടണത്തില് ഇവിടെ ഹാമാൻ എന്താണ് ചെയ്യുന്നത്? യഹൂദരെ മുഴുവൻ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അവന്റെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ചുകൊണ്ട് ഗൂഢതന്ത്രങ്ങൾ മെനയുകയാണ് അല്ലെ. എന്നാൽ ഇവിടെ യഹൂദന്മാർ എന്താണ് ചെയ്യുന്നത്? മരണഭീതിയിൽ പോലും യഹൂദന്മാർ സ്വന്തം ഇടുക്കിലും ബുദ്ധിയിലും ആശ്രയിക്കാതെ രട്ടുടുത്ത് വെണ്ണീരിൽ കിടന്നു. All the Jews bought sackcloth and sat in ashes. അവര് ദൈവത്തിൽ ആശ്രയിച്ചു നിന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ എന്ത് സംഭവിച്ചു? ഒന്ന്, അവരുടെ മേൽ കൽപ്പിക്കപ്പെട്ടിരുന്ന രാജവിധി പൂർണ്ണമായി മാറിപ്പോയി. The royal decree against them was completely reversed. രണ്ട്, Haman and his sons were hanged. ഹാമാനും ശത്രുവായ ഹാമാനും അവന്റെ മക്കളും തൂക്കിലേറ്റപ്പെട്ടു.
3, യഹൂദന്മാരെയുള്ള പേടി ദേശത്തെ ജാതികളിൽ വീണിട്ട് അവരിൽ പലരും യഹൂദന്മാരായിട്ട് മാറി. The Gentiles who lived in the land came to fear the Jews and many of them converted to Judaism. ഇനിയും എല്ലാവർക്കും മനസ്സിലായ ഒന്നാണ്. എന്താണ്? ദൈവം നിശബ്ദനായിരുന്നാലും അവൻ തന്റെ ജനത്തെ ഉപേക്ഷിക്കുന്നില്ല എന്നുള്ള സത്യം എല്ലാവരും അന്നത്തോടെ മനസ്സിലാക്കി. Even if God seems silent, he does not abandon his people. അങ്ങനെ ഈ ഹാമാൻ ഒരുക്കിയതായിട്ടുള്ള എല്ലാ തിന്മയുടെ അനന്തര ഫലവും ദൈവം നന്മയാക്കി മാറ്റുന്നു എന്ന് നമുക്ക് എസ്തേറിന്റെ പുസ്തകത്തിലൂടെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും. The God of Israel is a refuge for his people. ഇസ്രായേലിന്റെ ദൈവം തന്റെ ജനത്തിന് ആശ്രയമാകുന്നു എന്നുള്ള ജോയൽ ചാപ്റ്റർ 3 വേഴ്സ് 16, യോവേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 16-ാം വാക്യവും എക്സോഡസ് ചാപ്റ്റർ 14 വേഴ്സ് 14, യഹോവ നിങ്ങൾക്ക് വേണ്ടി പോരാടും, the Lord will fight for you എന്ന പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 14-ാം വാക്യവും ഈ ഒരു അധ്യായത്തിലൂടെ നമുക്ക് ഉറപ്പിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇത്രയാണ് നമുക്ക് എസ്തേറിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ ആദ്യത്തെ ഭാഗം കണ്ടന്റ് ഓഫ് ദി ബുക്ക്, പുസ്തകത്തിന്റെ ഉള്ളടക്കത്തിലെ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു. ആദ്യത്തെ ഭാഗം ഹാമാന്റെ ഉയർച്ച, അതോടൊപ്പം മൊർദെഖായി അദ്ദേഹത്തെ വണങ്ങുവാൻ നിഷേധിക്കുന്ന ഒരു സംഭവം. ഇനിയും 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ മൊർദെഖായിയോടുള്ള ഈ ഒരു കോപം യഹൂദ ജനത്തെ മുഴുവൻ നശിപ്പിക്കുവാനുള്ള ഒരു തീരുമാനമായിട്ട് മാറി. അതിന് തക്കവണ്ണം ചീട്ടിട്ട് നോക്കി ആദാർ മാസം, അതായത് 12-ാം മാസം 13-ാം തീയതി യഹൂദരെ നശിപ്പിക്കുവാൻ തീരുമാനിച്ചു. രാജാവിന് 10,000 താലന്ത് വെള്ളിയും കൂടെ കാഴ്ചവെക്കാം എന്നുള്ള ഒരു ഉറപ്പും നൽകി രാജാവിനെ ഇതിനു വേണ്ടി സമ്മതിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ രാജാവ് തന്റെ രാജമോതിരം ഊരിക്കൊടുത്തുകൊണ്ട് ഹാമാന്റെ ഈ ഒരു ആലോചനയ്ക്ക് സമ്മതം മൂളുകയും അതോടൊപ്പം അതിന്റെ കൽപ്പന പ്രസിദ്ധീകരിക്കുന്നതും ഒക്കെയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇങ്ങനെ യഹൂദാജനം വലിയൊരു പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കുന്നതാണ് 3-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് 3 ചിന്തകളാണ് നമുക്ക് പ്രധാന ചിന്തകളായിട്ട് ഈ ഭാഗം നൽകുന്നത്. ഒന്ന്, അഹങ്കാരത്തിന്റെ അപകടങ്ങൾ. ഹാമാന്റെ ജീവിതം എപ്രകാരം ഒരു അഹങ്കാരിയുടെ ജീവിതം എങ്ങനെയായിരിക്കും, അതായത് ആ ഭാഗത്ത് പ്രത്യേകം പറയുന്നുണ്ട്. എന്താ? ജാതിവെറിയും അധികാര ദുരുപയോഗവും അഹംഭാവവും ഒക്കെ ഉള്ള നേതാക്കൾക്ക് ഒരു പാഠമായിട്ട് ഇത് മാറുകയാണ്. The dangers of ethnic hatred, abuse of power and arrogance. അങ്ങനെയുള്ള ലീഡേഴ്സിന്, നേതാക്കൾക്ക് വരുന്നതായിട്ടുള്ള പ്രശ്നങ്ങളെ പറ്റി നമുക്ക് ഹാമാന്റെ ജീവിതത്തിലൂടെ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ അഹങ്കാരത്തിലൂടെ തീരുമാനിച്ച അവന്റെ ഒരു തീരുമാനങ്ങളും കൃത്യമായിട്ട് നടന്നില്ല എന്നുള്ള ഒന്നാമത്തെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാം. 2, രാജപ്രീതിക്കായിട്ട് ഗൂഢതന്ത്രങ്ങൾ മെനയുകയും അതോടൊപ്പം രാജാവിനെ 10,000 താലന്ത് വെള്ളി നൽകാമെന്ന് പ്രോമിസ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ യഹൂദരെ കൊള്ളയടിക്കുന്ന പണത്താൽ തനിക്ക് അതിൽ നിന്ന് പിടിച്ചടക്കാം എന്നുള്ള ഒരു ചിന്ത കൂടി ഹാമാൻ ഉണ്ടായിരിക്കാം. ഇങ്ങനെ ഗൂഢതന്ത്രങ്ങൾ മെനഞ്ഞതുകൊണ്ട് തന്നെ ഹാമാൻ എന്ത് സംഭവിച്ചു? വിശേഷപ്പെട്ട 50 മുഴം നീളമുള്ള ഒരു കഴുമരത്തിൽ അവൻ തൂക്കപ്പെട്ടു പോയി എന്നുള്ളതാണ് 2-ാമത്തെ ഭാഗത്ത് കണ്ടത്. 3-ാമത്തെ ഭാഗം, the widespread disturbance in the city of Susa ultimately leads to the redemption of Jews. അതായത് ഇങ്ങനെ ഒരു വലിയ സംഭവം ഉണ്ടായത് ഈ മൊർദെഖായിയുടെ നിഷേധവും അല്ലെങ്കിൽ ആ സംഭവങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവപ്രവൃത്തിക്ക് വേണ്ടി വഴിയൊരുക്കുന്ന സംഭവങ്ങളായിട്ട് നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ ഈ ഒരു സംഭവം നടക്കുമ്പോൾ എന്താണ് ഇതിന്റെ ഒരു ഇത്രയും ഒക്കെ വലിയ പ്രതിസന്ധി ഉണ്ടായെങ്കിൽ പോലും ഈ ശൂഷനിൽ നടക്കുന്നതായിട്ടുള്ള വലിയ ഒരു കലങ്ങൾ അതിന്റെ ഒക്കെ അവസാനം എന്തായി തീരുകയാണ്? ഈ ഒരു ഡിക്രി അല്ലെങ്കിൽ ഇവർക്കെതിരെ വന്ന കൽപ്പന തന്നെ മാറിപ്പോകുന്നു. അതുപോലെ തന്നെ ഹാമാനും അവന്റെ മക്കളും കഴുമരത്തിൽ തൂക്കപ്പെടുന്നു. ഈ യഹൂദന്മാരെ പേടിച്ച മറ്റു ജാതികളിലുള്ളവരും പോലെ യഹൂദന്മാരായിട്ട് മാറുന്നു. അതുപോലെ ദൈവം നിശബ്ദനാണെങ്കിലും തന്റെ ജനത്തെ കാത്ത് പരിപാലിക്കുന്നു എന്നുള്ള ബോധ്യം എല്ലാവർക്കും ഉണ്ടാകുന്നു. ഇതൊക്കെയാണ് നമ്മൾ ഈ 3-ാം അധ്യായത്തിൽ പ്രധാനമായിട്ട് കണ്ട സംഭവങ്ങൾ. കേട്ടിരുന്ന എല്ലാവർക്കും 3-ാം അധ്യായത്തിന്റെ ഉള്ളടക്കം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ വായിച്ച് പോയിന്റ്സ് ആയിട്ടൊക്കെ എഴുതി പഠിക്കുക. ഇത്രയുമേ ഉള്ളൂ ഇന്നത്തെ ഒരു ക്ലാസ്. 3-ാം അധ്യായം, അതായത് ചാപ്റ്റർ 8 ആണ് നമ്മൾ നോക്കിയത്. കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ദൈവം നമ്മളെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.